हेलो एंड वेलकम बैक। आज हम बहुचर्चित दलित लेखक ओम प्रकाश वाल्मीकि जी की कहानी शव यात्रा पर चर्चा करेंगे। उस चैप्टर में से जो भी प्रोबेबल क्वेश्चंस आने की संभावना है उस पर विचार विमर्श करेंगे। കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെം BA BSc കുട്ടികളുടെ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ഇൻക്ലൂഡഡ് ആണ് ഈ ചാപ്റ്റർ. ഈ ഒരു കഥ വളരെ സിമ്പിൾ കഥയാണ്. ഇതിൽ പ്രത്യേകിച്ച് ഡിഫിക്കൽട്ടി ഒന്നും ഇല്ല. അപ്പോൾ ഇതിൽ മോസ്റ്റ് പ്രൊബേബിളായിട്ട് ചോദിക്കാവുന്ന ഒരു ചോദ്യം എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാണ്. 10 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ്. 10 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ശവയാത്ര നമ്മുടെ ചാനലിൽ അപ്ലോഡഡ് ആണ്. ആദ്യം നിങ്ങൾ ആ കഥ വായിക്കുക, ആസ്വദിച്ച് വായിക്കുക. കാരണം ലിറ്ററേച്ചർ മറ്റ് സബ്ജക്ട്സിനെ പോലെയല്ല, നമുക്ക് എൻജോയ് ചെയ്ത് പഠിക്കാവുന്ന ഒരു സബ്ജക്റ്റാണ്. സോ ഫസ്റ്റ് യു റീഡ് ദ ചാപ്റ്റർ, then you go through the videos and then you come back to the question answer session. ഈ ഒരു കഥ എടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയേണ്ടത് അത്യാവശ്യമാണ്. ഒരു 1960s ആണ് ഈ ദളിത് റൈറ്റിങ്സ് കണ്ടു തുടങ്ങിയത്. ദളിത് ലിറ്ററേച്ചർ, അവരുടെ സിറ്റുവേഷൻ, ജാതി അടിസ്ഥാനമായിട്ട് അവരോട് കാണിക്കുന്ന വിവേചനം, ഇതെല്ലാം സാഹിത്യത്തിൽ പ്രകടമായിട്ട് വന്നത് ഒരു 1960s 70s. അതിൻ്റെ ഒരു പ്രോമിനൻറ്റ് റൈറ്ററാണ് ഓം പ്രകാശ് വാൽമീകി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഓട്ടോബയോഗ്രാഫി ഉണ്ട്, ജൂഠൻ. അതെല്ലാ ലാംഗ്വേജസിലും ട്രാൻസ്ലേറ്റഡുമാണ്. നിങ്ങളൊരു മസ്റ്റ് റീഡ് ഒരു ബുക്കാണ്. ഒരു ദളിത് ആത്മകഥയെങ്കിലും നിങ്ങൾ ജീവിതത്തിൽ വായിച്ചിരിക്കണം. അത് വളരെ നല്ലതാണ്. സോ മൂവിങ് ഓൺ ടു ദിസ് സ്റ്റോറി, ഇതും ഒരു വളരെ കോൺട്രവേഴ്സ്യൽ സ്റ്റോറിയാണ്. ഇൻ എ സെൻസ്, ദളിത് റൈറ്റിങ്സ് വന്നപ്പം സവർണർ അല്ലെങ്കിൽ ഉന്നത കുല ജാതിയിൽപ്പെട്ട ആൾക്കാർ ഈ താന്ന ജാതിക്കാരോട് ചെയ്യുന്ന വിവേചനമാണ് കൂടുതലും ദളിത് റൈറ്റിങ്സിൽ വന്നത്. ബട്ട് ദിസ് വൺ ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്. ഒരു ദളിത് വിഭാഗത്തിലെ ആൾക്കാർ തന്നെ അവരുടെ ഉള്ളിൽ തന്നെ പിന്നെയും ഉയർന്ന ജാതിയും താഴ്ന്ന ജാതിയും ഉണ്ടെന്നുള്ളതാണ് ഈ കഥ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു സെൻസിൽ ഈ ഒരു കഥ ഒരു ഐ ഓപ്പണറാണ്. സവർണർ മാത്രമല്ല ദളിതരെ ചൂഷണം ചെയ്യുന്നത്, അല്ലെ അവരെ ഇൻസൾട്ട് ചെയ്യുന്നത്. ഈവൻ ദളിതരുടെ ഇടയ്ക്ക് തന്നെയും തൊട്ടുകൂടായ്മയും അൺടച്ചബിലിറ്റി, സോ കോൾഡ് അൺടച്ചബിലിറ്റി എല്ലാം നിലനിൽക്കുന്നു. അപ്പോൾ അങ്ങനെ നിലനിൽക്കുമ്പം എങ്ങനെയാണ് ആ സമൂഹം നന്നാവുന്നത്? അതാണ് ഈ ഒരു സ്റ്റോറി നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ക്വസ്റ്റ്യൻസ്. ശവയാത്ര കഹാനിയുടെ സാരാംശ്, അതല്ല എങ്കിൽ അതിൻ്റെ സമീക്ഷയാണ്. 2019 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ശവയാത്ര बहुचर्चित दलित लेखक ओम प्रकाश वाल्मीकि जी की कहानी है, जो हमारे समाज में व्याप्त छुआछूत नामक कुप्रथा पर आधारित है. छुआछूत मीन्स അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ. ആ ഒരു ഹിന്ദു കാസ്റ്റ് സിസ്റ്റത്തിൽ, വർണ്ണവ്യവസ്ഥയിൽ ഓർഡറെടുത്ത ആ ഒരു സിസ്റ്റം, അൺടച്ചബിലിറ്റി, അതിനെ ബേസ് ചെയ്തുള്ള ഒരു സ്റ്റോറിയാണ്. किसकी कहानी है? ओम प्रकाश वाल्मीकि जी की. अक्सर सुनने में आता है कि सवर्ण जाति के लोग निम्न जाति के लोगों के प्रति भेदभाव की भावना रखते हैं, लेकिन यहाँ दलित समाज के भीतर पाई जाने वाली भेदभाव का पर्दाफाश किया है ओम प्रकाश वाल्मीकि जी ने. അക്സർ ക്യാ സുന്നേക്കോ ആത്താ ഹെ, നമ്മൾ യൂഷ്വലി കേൾക്കുന്നത് സവർണ ജാതിയിലെ ആൾക്കാരാണ് നിമ്ന ജാതിയിലെ ആൾക്കാരുമായിട്ട് ഇങ്ങനെ ഒരു ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ലേക്കിൻ യഹാ ദളിത് സമാജ് കെ ഭീതർ പായി ജാനെ വാലി ഭേദ്ഭാവ് കാ പർദാഫാഷ് കിയാ ഹെ. പർദാഫാഷ് കാരണം വെച്ചാൽ തുറന്ന് കാട്ടുക. അപ്പോൾ ഓം പ്രകാശ് വാൽമീകി അവരുടെ സമൂഹത്തിൽ തന്നെ നിലനിൽക്കുന്ന ഈ ഒരു തിന്മ, തൊട്ടുകൂടായ്മ എന്നുള്ളൊരു തിന്മ തുറന്നു കാണിക്കുകയാണ് ഈ കഥയിലൂടെ. ഭേദ്ഭാവ് ഇത്തന कि मासूम बच्ची अपनी जान खो देती है, फिर भी लोगों की मानसिकता में कोई फ़र्क नहीं. എന്താണെന്ന് വെച്ചാൽ മനുഷ്യർ തമ്മിലുള്ള ഈ ഒരു ഡിസ്ക്രിമിനേഷൻ, താന്ന ജാതി ഉയർന്ന മനുഷ്യനെ മനുഷ്യനായിട്ടേ കാണുന്നില്ല. ഒരു കുട്ടിയുടെ മരണത്തിനിടയായി, എന്നാലും അവരുടെ ആരുടെയും മനസ്സ് അലിയുന്നില്ല. അന്തമേ ഉസ്കി ശവ് യാത്ര പൂരെ ഭാരതീയ സമാജ് കെ ലിയെ ഏക് ശർമനാക് ഘട്ന ബൻ ജാത്തി ഹെ. ആ സ്റ്റോറിയുടെ എൻഡിങ്, നിങ്ങൾ സ്റ്റോറി വായിച്ചവരാണ്. ആ ഫാമിലി, കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെയാണ് അവസാനം ഈ ബോഡിയും തോളിലേറ്റി ആ ദുഃഖാവസ്ഥയിൽ പോലും ഇതെല്ലാം കൂടെ കത്തിക്കാനുള്ള വിറകും എല്ലാം ഈ 4 പേരാണ് ഒരു ശവയാത്രയിൽ പങ്കെടുക്കുന്നത്. അപ്പം നമ്മുടെ സമൂഹം എത്രമാത്രം ശർമനാക്ക് എന്ന് വെച്ചാൽ എത്രമാത്രം നാണക്കെട്ട ഒരു സംഭവമാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നത്. അതിൽ നമ്മളെല്ലാവരും ഉത്തരവാദിയാണെന്നാണ് ലേഖക് പറയുന്നത്. ഇങ്ങനത്തെ ഒരു തിന്മ നമ്മൾ കൊണ്ടു നടക്കുന്നത്. യൂഷ്വലി നമ്മൾ പറയുന്നത്
എത്ര വൈരാഗ്യമുള്ളവരാണെങ്കിലും മരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് അലിയുമെന്നാണ്. നമ്മൾ അയാളോടുള്ള എല്ലാ വെറുപ്പുകളും എല്ലാ കുറ്റങ്ങളും പൊറുക്കും എന്നാണ്. പക്ഷേ ഇവിടെ ഒരു കുട്ടി അവരുടെ അനാസ്ഥ കാരണം അവർ കാളവണ്ടി പോലും കൊടുത്തില്ല ഈ കുട്ടിയെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. അവരുടെ ഡോക്ടർ ഈ കുട്ടിയെ നോക്കിയില്ല. അപ്പം എന്നിട്ട് കൂടി ഇവർ ആരുടെയും മനസ്സ് അലിഞ്ഞില്ല. कहानी जोहड़ के पार रहने वाले बलहार परिवार से संबंधित है, जिन्हें गांव के चमार अपने से नीच मानते हैं. ഗാവ് കെ ചമാർ, ചമാർ ഒരു ദളിത് ജാതിയാണ്. അവരുടെ ഗ്രാമത്തിൻ്റെ അങ്ങേ അറ്റത്ത് ജോഹഡ് കെ പാർ, ജോഹഡ് എന്ന് വെച്ചാൽ ഒരു ഓട, ഒരു അരുക്ക് ചാല്, അതിൻ്റെ അപ്പുറത്ത് താമസിക്കുന്ന ഒരു ബലഹാർ പരിവാർ. ആ പരിവാറിൻ്റെ പേരും എങ്ങനെയാണ്, ആ ജാതി പേര് വെച്ചാണ് വിളിക്കുന്നത്. हिंदू वर्ण व्यवस्था में स्वयं चमार जाति नीचा माना जाता है और वे ही बलहारों को सताते हैं. ഹിന്ദു കാസ്റ്റ് സിസ്റ്റത്തിൽ ഈവൻ ചമാർ ഒരു താന്ന ജാതിയാണ്. അവർ പിന്നെയും ബൽഹാറിൻ്റെ മുകളിൽ അവർ താന്നതാണെന്നും പറഞ്ഞ് അവരെ ദ്രോഹിക്കുകയാണ്. बलहार परिवार में बुजुर्ग सुरजा है जो गांव वालों की हरकतों से परिचित है लेकिन फिर भी गांव छोड़ना नहीं चाहता. അപ്പോൾ ഈ ഒരു ബൽഹാർ കുടുംബത്തിലെ മുതിർന്ന അംഗം, ബുജുർഗ് എന്ന് വെച്ചാൽ എൽഡർലി, മുതിർന്ന അംഗം സുർജയാണ്. അയാൾക്കറിയാം ഗ്രാമീണർ അയാളെ കാര്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്ന്. അയാൾക്കൊരു റെസ്പെക്റ്റും തരില്ല, സ്നേഹിക്കില്ല എന്നൊക്കെ അറിയാം. എന്നിരുന്നാലും അയാൾക്ക് ആ ഗ്രാമം വിടാൻ താല്പര്യമില്ല. കാരണം അയാളുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. കാലാകാലങ്ങളിൽ ഇവിടെ താമസിക്കുന്നു, അതുകൊണ്ട് ഇവിടെ തന്നെ മരിക്കണം. उसकी पत्नी की मृत्यु हो चुकी थी और वह अपनी विधवा बेटी संतो के साथ अपने टूटे फूटे कच्चे मकान में रहता था. വൈഫ് മരിച്ചിരുന്നു അയാളുടേത്. പിന്നെ അയാളൊരു മകളുണ്ടായിരുന്ന സന്തോ. അപ്പോൾ ഈ പേരുകൾ, ക്യാരക്ടേഴ്സിൻ്റെ പേര് ഓർത്തിരിക്കണം. സുർജയാണ് മുതിർന്ന ആൾ, അയാളുടെ മകൾ വിധവയായ പെൺകുട്ടിയാണ് സന്തോ. ഇവർ രണ്ടുപേരുമാണ് അവിടെ ഒരു ടൂട്ടെ ഫൂട്ടെ കച്ചേ മക്കാൻമേ, ഒരു ഉറപ്പില്ലാത്ത ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. इस बूढ़े सुरजा की एक बड़ी तमन्ना थी एक पक्के मकान में रहने की. ഈ പ്രായം ചെന്ന ആൾക്ക് വേറെ ഒന്നുമല്ല ജീവിതത്തിൽ ഒരു ആഗ്രഹമായിരുന്നു, ഒരു ഉറപ്പുള്ള വീട്ടിൽ. കാരണം അയാളുടെ കാലശേഷം ഈ പെൺകുട്ടി, വിധവയായ പെൺകുട്ടി ഒറ്റയ്ക്കാണ്. അപ്പോൾ ഒരു ഉറപ്പുള്ള വീട് വേണമെന്നുള്ള ഒറ്റ ആഗ്രഹമേ ഉള്ളായിരുന്നു. उसका एक बेटा भी था कल्लू जो शहर में रहता था. वह रेलवे में फिटर का काम करता था. पढ़ी लिखी लड़की से ब्याह कर 2 बच्चों समेत शहर में ही रहता था. അപ്പോൾ ഒരു മകനുണ്ടായിരുന്നു, കല്ലു എന്നാ പേര്. ടൗണിലാണ്, ഡൽഹിയിലാണ് താമസിക്കുന്നത്. അവിടെ തന്നെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. പടിയിലിഖി ലടുക്കി, അത് എടുത്ത് പറയുന്ന അവരുടെ കൂട്ടത്തിൽ ഒരു വിദ്യാഭ്യാസമുള്ള പെൺകുട്ടിയെ വൈഫായിട്ട് കിട്ടുക എന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. അപ്പോൾ കല്ലു പടിയിലിഖി ഒരു പെൺകുട്ടിയാണ് വിവാഹം കഴിച്ചത്. കാരണം പടിയിലിഖി പെൺകുട്ടി ഒരു വീട്ടിൽ വന്നാൽ ആ നെക്സ്റ്റ് ജനറേഷനെങ്കിലും നന്നായി വരും. गांव में वह कभी कभारी आता था क्योंकि गांव के पढ़े लिखे भी उससे मुंह मोड़ लेते थे. അപ്പോൾ കല്ലു ഗാവ് ആന പസന്ദ് നെഹി കർത്താ താ. ഗ്രാമത്തിൽ വരുന്നതേ കല്ലുവിന് ഇഷ്ടമല്ലായിരുന്നു. കാരണം എന്താണ്, ഗ്രാമത്തിലെ ആൾക്കാരുടെ സ്വഭാവം അയാൾക്കറിയാം. എഴുത്തും വായന അറിയുന്ന ചെറുപ്പക്കാർ പോലും കല്ലുവിനെ കാണുമ്പോൾ അങ്ങ് മോഹം തിരിക്കും. കാരണം എന്താണ്, ഇവൻ ബൽഹാറാണ്. അപ്പം മനുഷ്യനല്ല, മനുഷ്യനെ കാണുമ്പോൾ ജാതിയാണ് ഹൈലൈറ്റ് ചെയ്ത് കാണപ്പെടുന്നത്. അപ്പോൾ കല്ലൂന് അതുകൊണ്ട് ഡൽഹിയിൽ നിന്ന് ഗ്രാമത്തിൽ വരാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷേ അച്ഛനും വിധവയായ പെങ്ങളെയും കാണാൻ വല്ലപ്പോഴും അയാൾ ഗ്രാമത്തിൽ വരുമായിരുന്നു. कहानी एक नया मोड़ तब लेती है जब अपने बूढ़े पिता के आग्रह के मुताबिक कल्लू अपने कच्चे मकान को पक्का करने की सोचता है. അപ്പോൾ ഈ സ്റ്റോറിക്ക് ഒരു ട്വിസ്റ്റ് വരുന്നത്, ഒരു ചേഞ്ച് വരുന്നത്, കാലാകാലങ്ങളിൽ ഈ ബൽഹാർ കുടുംബത്തിനെ ആ ഗ്രാമം അവഗണിക്കുകയാണ്. അങ്ങോട്ടുള്ള റോഡ് വെട്ടുവോ ഒരു പാലം വെട്ടുവോ ഒന്നുമില്ല. വെള്ളം മഴ പെയ്യുമ്പം ഈ ഓടയെല്ലാം കവിഞ്ഞ് ഇവരുടെ വീടങ്ങ് ഒറ്റപ്പെടും. അങ്ങനെ ആ കഥയിൽ പറയുന്നുണ്ട്. പക്ഷേ ഈ ട്വിസ്റ്റ് വരുന്നത്, ഈ പ്രായം ചെന്ന വ്യക്തി തൻ്റെ ഒരു ആഗ്രഹം പറയും. ഉസ്കി ഏക് തമന്ന തീ, വലിയ ആഗ്രഹമായിരുന്നു ഒരു പക്കാ മക്കാൻ. അപ്പം മകനോടത് പറഞ്ഞു. മകൻ ആദ്യം അത് എതിർത്തു. കാരണം മകൻ പറഞ്ഞ എന്താണ്, അച്ഛൻ്റെ കാലശേഷം ഞാൻ ഏതായാലും ഇവിടെ വന്ന് സെറ്റിൽ ആവുന്നില്ല. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ആകെ ഉള്ള കുറച്ച് സേവിങ്സ് ഞാൻ എന്തിന് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷേ അച്ഛനത് ഭയങ്കര ഫീൽ ചെയ്യും, അച്ഛനത് വളരെ വിഷമമാവും. അപ്പോൾ അച്ഛനെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി മനസ്സില്ലെങ്കിലും കല്ലു ഇവിടെ ഒരു വീട് പക്കാ മക്കാൻ പണിയാനുള്ള ഏർപ്പാട് ചെയ്യും. ഖബർ ആഗ് കി തറ ഫേൽ ജാത്തി ഹെ. അപ്പോൾ ഈ ന്യൂസ് ഇവരങ്ങോട്ട് ഇഷ്ടിക ഇറക്കിയതേ ഉള്ളൂ. അപ്പം ജോഹഡ് കെ പാർ, ഓടയുടെ അപ്പുറത്ത് പൊട്ടിപ്പൊളിഞ്ഞ വീട്ടിൽ താമസിച്ചിരുന്ന ആ ബൽഹാർ കുടുംബം ഇതാ വലിയ മാളിക കെട്ടാൻ പോകുന്നു. അപ്പോൾ ഒരാൾ മറ്റൊരാളോട് പറഞ്ഞു. അങ്ങനെ കാട്ടുതീ പോലെ വാർത്ത അങ്ങ് പടർന്നു.
पूरा गांव उनके खिलाफ हो जाता है. അവർക്കാർക്കും സഹിക്കുന്നില്ല ഇവർ ഒരു വീട് പക്കാ മക്കാൻ ഉണ്ടാക്കുന്നത്. सुरजा एकदम से हताश हो जाता है. जिन गांव वालों के लिए उसने जिंदगी भर काम किया, आज वे ही उसके मकान रूपी സ്വപ്ന के खिलाफ അടേ ഖടേ हैं. അപ്പോൾ സൂർജയ്ക്ക് ഇതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ജീവിതകാലം മുഴുവനും ഇവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇവർ ആ ഓടയുടെ അപ്പുറത്ത് നിന്ന് സുർജ സുർജ എന്ന് വിളിക്കും, ഇയാൾ ഓടിച്ചെല്ലും, അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതായിരുന്നു. അപ്പോൾ ആയുസ് മുഴുവനും അവർക്ക് വേണ്ടി ചെയ്തിട്ട് ഇയാൾക്കൊരു പക്കാ മക്കാൻ, വലിയ ആലിഷാൻ മക്കാനൊന്നുമല്ല, ജസ്റ്റ് ഒരു പക്കാ മക്കാൻ ഉണ്ടാക്കിയപ്പോഴത്തേക്കിന് ആർക്കും സഹിക്കുന്നില്ല. എല്ലാവരും എതിർപ്പായിട്ട് വന്ന് പണിക്കാരെ വിടുന്നില്ല. ഇസ് ബീച്ച് कल्लू की बेटी बीमार पड़ जाती है. गांव का डॉक्टर भी उनकी जाति के कारण बीमार बच्ची को देखने से इनकार कर देता है. ഇതിനിടയ്ക്ക് എന്താ സംഭവിക്കുന്നത്? സലോനി, ആ പേര് ഓർക്കുക, കല്ലൂൻ്റെ മകളാണ്. അവൾ ബീമാറായി. ഡോക്ടർ പോലും ജാതി നോക്കിയാണ് ചികിത്സിക്കുന്നത്. ബലഹാർ ജാതിയിലായതുകൊണ്ട് കുട്ടി ഇങ്ങോട്ട് എൻ്റെ ക്ലിനിക്കിൽ കൊണ്ടുവരണ്ട, കൊണ്ടുവന്നാൽ എന്താണ്, പിന്നെ വേറെ ആരും ഇവിടെ കയറത്തില്ല. അയാൾ ഇവരുടെ വീട്ടിൽ വന്നും നോക്കത്തില്ല. കല്ലു अपनी बेटी को शहर ले जाने की सोचता है, लेकिन कोई बैलगाड़ी तक देने के लिए तैयार नहीं होता. അപ്പോൾ പിന്നെ കല്ലുവിൻ്റെ മുന്നിലുള്ള ഏക ഓപ്ഷൻ മകളെ ടൗണിൽ കൊണ്ടുപോകാം. ഇപ്പോൾ ടൗൺ നല്ല കിലോമീറ്ററുകളോളം ദൂരെയാണ്. കാളവണ്ടി പോലും ഈ കുട്ടിക്ക് വേണ്ടി അവർ കൊടുക്കത്തില്ല. അപ്പോൾ തോളിലേറ്റി കല്ലും അയാളുടെ വൈഫും ഈ കുട്ടീനെ തോളിലേറ്റിയാണ് ടൗൺ വരെ നടന്ന് പോകുന്നത്. अंत में हताश होकर वह बच्ची को अपने कंधे में लादकर शहर की ओर पैदल चलने के लिए विवश हो जाता है, लेकिन बीच में ही बच्ची की मृत्यु हो जाती है. പക്ഷേ ആ കുട്ടി പാതി വഴിക്ക് തന്നെ മരിച്ചു. सलोनी की मृत्यु भी गांव वालों का मानसिक परिवर्तन नहीं करती. गांव के ശ്മശാൻ ഭൂമി में उसके क्रियाक्रम की इजाज़त नहीं दी जाती. കുട്ടി മരിച്ചിട്ട് പോലും ആ ഗ്രാമീണരുടെ മനസ്സ് അലിഞ്ഞില്ല. അവർ ആ കുട്ടിയുടെ ക്രിയാകർമ്മങ്ങൾ ചെയ്യാൻ പോലും അവരുടെ ആ ഒരു ശവപ്പറമ്പ് വിട്ടുകൊടുത്തില്ല. यहाँ तक कि शव यात्रा में भी गांव का कोई भाग नहीं लेता. अंत में बलहार परिवार को अकेले ही सारा क्रियाक्रम करना पड़ता है. अंत में सुरजा को यह मानना पड़ता है कि गांव अब रहने लायक नहीं रहा. ഇവർ 4 പേര് മാത്രം പങ്കെടുക്കുന്ന ഒരു ഫ്യൂണറൽ, ഒരു ശവയാത്ര. എന്നിട്ട് അവസാനം ഈ വയസ്സായ വ്യക്തിക്ക് പോലും അംഗീകരിക്കേണ്ടി വരും, ഈ ഗ്രാമത്തിൽ ഇനിയും താമസിക്കാൻ കൊള്ളൂല, കാരണം ഇവിടെ മനുഷ്യരെ അല്ല താമസിക്കുന്നത്. അപ്പോൾ ഓർക്കണം, ഈ ഗ്രാമത്തിൽ സവർണരല്ല താമസിക്കുന്നത്, ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ തന്നെയാണ്. എന്നിട്ട് കൂടി ഈ സുർജയ്ക്ക് പറയേണ്ടി വരുന്നു, ഈ ഗ്രാമം ഇനി നമുക്ക് പറ്റിയ സ്ഥലം അല്ല. സോ മൂവിങ് ഓൺ ടു ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ, 5 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. ശവ് യാത്ര കെ കല്ലൻ കാ പരിചയ ദീജിയെ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2019 ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ചോദ്യമാണ്. അല്ലെങ്കിൽ കല്ലൻ കാ ചരിത്ര ചിത്രൻ. ചുരുക്കം പറഞ്ഞാൽ കല്ലൻ ഇതിലെ ഒരു മെയിൻ ക്യാരക്ടറാണ്. അപ്പോൾ അയാളെ പറ്റിയുള്ള ഒരു ചോദ്യമാണ്. सुरजा का बेटा कल्लन शव यात्रा कहानी का एक प्रमुख पात्र है. बचपन में ही करीब 10-12 साल की उम्र में ही गांव छोड़कर भाग गया था. കല്ലൻ ഈ സ്റ്റോറിയിലെ ഒരു മുഖ്യ കഥാപാത്രമാണ്. 10-12 വയസ്സുള്ളപ്പം തന്നെ ഗ്രാമം വിട്ട് പോയതാണ് ടൗണിലേക്ക്. काफ़ी भटकने के बाद उसे रेलवे में नौकरी मिल गई थी और इस नौकरी ने उसे पढ़ाई लिखाई की ओर आकर्षित किया. അപ്പോൾ ടൗണിൽ ചെന്ന് ആദ്യം ഒരുപാട് അലഞ്ഞു, പിന്നെ റെയിൽവേയിൽ ഒരു ചെറിയ ജോലി കിട്ടി. അപ്പോഴാണ് അയാൾക്ക് ഒരു വിദ്യാഭ്യാസത്തിൻ്റെ വില മനസ്സിലായത്. അങ്ങനെ അയാൾ അല്പം കുറച്ച് ട്രെയിനിങ് ഒക്കെ കിട്ടി, അയാൾ റെയിൽവേയിൽ ഒരു ഫിറ്ററായി. शहर की ही पढ़ी लिखी लड़की से उसने शादी कर ली और उसके जीवन में उस हिसाब से काफ़ी परिवर्तन आने लगे. അപ്പോൾ എഴുത്തും വായന അറിയുന്ന വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. അതനുസരിച്ച് കല്ലൻ്റെ ജീവിതത്തിലും അല്പം മാറ്റങ്ങൾ വന്നു. उसे अपने नाम में ही खोट नजर आई, अतः उसने अपना नाम कल्लन कर दिया. അപ്പോൾ ഈ കല്ലു എന്ന പേര് തന്നെ, കാല, ആദ്മി, കല്ലു, ഇതൊക്കെ ഈ പേരിൽ തന്നെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള പേരുകളുണ്ടായിരുന്നു പണ്ട് ഇവർക്ക്. അപ്പോൾ കല്ലുവിന് ടൗണിൽ ചെന്നപ്പോഴാണ് അതിൻ്റെ ഒരു കുറവ് മനസ്സിലായത്. തൻ്റെ പേര് തന്നെ ഇൻഫീരിയറാണ്. അപ്പോൾ അതുകൊണ്ട് അവൻ പേര് മാറ്റി കല്ലനാക്കി. उसे अपने नाम में ही खोट नजर आई, अतः उसने अपना नाम कल्लन कर दिया. वह गांव कभी कभार ही जाता था क्योंकि वह उनकी मानसिकता को जानता था. ഗ്രാമീണരുടെ മെൻറ്റാലിറ്റി, മാനസികത
അവൻ അറിയാമായിരുന്നു, നന്നേ അറിയാമായിരുന്നു. അതുകൊണ്ട് അവൻ വല്ലപ്പോഴുവേ ഗ്രാമത്തിൽ പോകത്തുള്ളൂ. പോകുമ്പോഴെന്താണ്, ആരും അവനോട് മിണ്ടാറില്ല, അവനെ അങ്ങ് ഒറ്റപ്പെടുത്തും. अपने परिवार के प्रति कर्तव्यों को वह अच्छी तरह निभाता था. अपनी बहन संतो के विवाह का सारा खर्च उसी ने निभाया था. വല്ലപ്പോഴുവേ പോകത്തുള്ളായിരുന്നു, പക്ഷേ കല്ലൻ തൻ്റെ കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. പെങ്ങളുടെ വിവാഹത്തിൻ്റെ ചിലവെല്ലാം കല്ലനാണ് നടത്തിയത്. न चाहते हुए भी अपने पिता की इच्छा पूर्ति के लिए पक्का मकान बनवाने की सोचता है. അത് കല്ലൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു പ്രത്യേകതയായിട്ടാണ്. എന്നല്ല, സ്വയം താല്പര്യമില്ല ഗ്രാമത്തിൽ സെറ്റിൽ ചെയ്യാൻ, പക്ഷേ അച്ഛൻ്റെ ആഗ്രഹം, അച്ഛനെ വിഷമിപ്പിക്കണ്ട എന്ന് വിചാരിച്ച് ഗ്രാമത്തിൽ തന്നെ ഒരു വീട് പണിയാൻ തീരുമാനിക്കും. अंत में अपनी बेटी सलोनी को ही खो बैठता है. उसके मन में दलितों के प्रति गहरी वितृष्णा जाग उठती है. അയാളുടെ മകളെയാണ് അയാൾക്ക് അവസാനം ഈ കർമ്മത്തിൽ നഷ്ടപ്പെട്ടത്. ഈ ഒരു പ്രക്രിയയിൽ, ഗ്രാമത്തിലൊരു അച്ഛനൊരു വീട് പണിഞ്ഞു കൊടുക്കണം എന്നുള്ള പ്രക്രിയയിൽ കല്ലന് നഷ്ടപ്പെട്ടത് സ്വന്തം മകളെയാണ്, സലോനിയെ. അതിനുശേഷം അയാളുടെ മനസ്സിൽ ഈ ദളിതരോട് തന്നെ ആകെ ഒരു വിതൃഷ്ണ, ഒരു വെറുപ്പ് അങ്ങ് ഉളവായി. ഉസേ ലഗ്താ ഹൈ कि अम्बेडकर जयंती के तमाम भाषण केवल दिखावा मात्र था. അംബേദ്കർ ജയന്തി, ബാബാ സാഹബ് അംബേദ്കർ, ദളിതോं के മസീഹ, ദളിതരുടെ ഏറ്റവും വലിയ ആളാണ് അംബേദ്കർ. അംബേദ്കറിൻ്റെ ജയന്തിയിൽ ഓരോ സ്റ്റേജിലൊക്കെ ഓരോ ദളിതർ പ്രസംഗിക്കും. നമ്മളോടുള്ള ഐത്തം, തൊട്ടുകൂടായ്മയൊക്കെ നമ്മൾ ചെറുത്ത് നിൽക്കണം, നമ്മുടെ അധികാരങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യണം എന്നൊക്കെ ഘോരഘോരമായി പ്രസംഗങ്ങൾ കല്ലൻ ടൗണിൽ കേട്ടിട്ടുണ്ട്, സിറ്റിയിൽ. അതെല്ലാം പൊള്ളയായ പ്രസംഗങ്ങളായിരുന്നെന്ന് കല്ലൻ അന്ന് തോന്നും. കാരണം ഇവർ തമ്മിൽ തന്നെ ഈ ഒരു ഐത്തം കൊണ്ടാടുന്ന സ്ഥിതിക്ക് ഇവർക്ക് എങ്ങനെയാണ്, ഈ സമൂഹത്തിന് എങ്ങനെയാണ് മോചനം? അപ്പോൾ ആ ഒരു ദളിത് സമൂഹത്തിനോട് തന്നെ, ദളിതായ കല്ലന് തന്നെ ആകെ ഒരു വെറുപ്പ് ഉളവായി. സോ അതാണ് സോ ഇത്രയൊക്കെയാണ് നമ്മൾ കല്ലൻ്റെ പരിചയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, शव यात्रा कहानी में अभिव्यक्त സാമാജിക് സമസ്യാവുക ഉല്ലേഖ് കീജിയെ. ഈ കഹാനിയിൽ എന്തൊക്കെ സോഷ്യൽ ഇഷ്യൂസാണ് റേസ് ചെയ്തത്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2019 ചോദിച്ച ചോദ്യമാണ്. നാച്ചുറലി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നൊരു ചോദ്യമാണ്. കാരണം ഇതിലെല്ലാം സോഷ്യൽ ഇഷ്യൂസ് ഏറ്റവും വലിയത് ഈ ജാതി വെച്ച് മനുഷ്യനെ അളക്കുന്നത്, മനുഷ്യനെ അല്ല നോക്കുന്നത്, ജാതിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. शव यात्रा हिंदी के बहुचर्चित दलित लेखक ओम प्रकाश वाल्मीकि जी की रचना है, जिसमें उन्होंने दलित समाज में ही व्याप्त सामाजिक समस्याओं का पर्दाफाश किया है. ദളിത് സമൂഹത്തിൽ തന്നെ ഉള്ള സോഷ്യൽ ഇഷ്യൂസിനെയാണ് റേസ് ചെയ്തിരിക്കുന്നത്. दलित विभाग के लोग जिन्हें हिंदू वर्ण व्यवस्था में स्वयं छुआछूत के कारण समाज में अपमानित होना पड़ता है, वे ही दूसरों के प्रति समान मानसिकता लिए हुए है. ഏറ്റവും വലിയ ഇഷ്യൂ എന്താണ്? ഹിന്ദു വർണ്ണ വ്യവസ്ഥയിൽ ദളിതർ ഏറ്റവും താഴ്ന്നതാണ്, ശൂദ്രരായിട്ട് കണക്കാക്കപ്പെടുന്നു, തഴയപ്പെടുന്നു, സമൂഹത്തിൽ സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നു, അടിച്ചമർത്തപ്പെടുന്നു. അവരുടെ സമൂഹത്തിനുള്ളിൽ തന്നെ ഈ എല്ലാ പ്രക്രിയകളും നടക്കുന്നുണ്ട്. ചമാർ സമാജ് കെ പഠേ ലിഖേ ലോഗോं के मन में भी यही मानसिकता है. എന്തിനധികം പറയുന്നത്? ചമാർ സമൂഹത്തിലുള്ള എഴുത്തും വായന അറിയുന്ന യുവാക്കളുടെ മനസ്സിലും ഈ ആറ്റിറ്റ്യൂഡ് തന്നെ ആണ്. यहाँ तक कि डॉक्टर भी मरीजों की जांच जात देख कर करता है. വേറൊരു സോഷ്യൽ ഇഷ്യൂ, ഡോക്ടർ പ്രൊഫഷനിൽ തന്നെ ഒരിക്കലും ഒരു രോഗിയെ സമ്പത്തനുസരിച്ചോ അല്ലെങ്കിൽ ജാതി അനുസരിച്ചോ നിറമനുസരിച്ചോ ഒന്നും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് അവർ ഓർത്തെടുക്കുന്നത്. പക്ഷേ ഡോക്ടർ പോലും ജാതി അടിസ്ഥാനത്തിലാണ് ചികിത്സിക്കുന്നത്. ഇൻസാൻ കോ ഇൻസാനിയത്ത് की हैसियत से न देखकर ജാതി की हैसियत से देखना ही सबसे बड़ी സാമാജിക് സമസ്യ है. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാതെ ജാതിയുടെ അടിസ്ഥാനത്തിൽ കാണുക, പെരുമാറുക, അതാണ് ഈ ശവ് യാത്ര കഹാനി में अभिव्यक्त सबसे बड़ी सामाजिक समस्या. So we will move on to very short answer type question, 3 marks question. कल्लन क्यों अपने पिता को अपने साथ दिल्ली ले जाना चाहता है? Even this question was asked in 2019. കല്ലൻ ഗാവ് വാലോं के व्यवहार से കല്ലന് നല്ലപോലെ ഗ്രാമീണരെ അറിയാമായിരുന്നു. वह अच्छी तरह जानता था कि गाँव में कभी उन्हें प्यार और इज्जत नहीं मिलेगा. കല്ലന് നല്ലപോലെ അറിയായിരുന്നു ഈ ഗ്രാമത്തിൽ താമസിക്കുകയാണെങ്കിൽ അവൻ ഒരിക്കലും റെസ്പെക്റ്റും കിട്ടില്ല, സ്നേഹവും കിട്ടില്ല. यदा कदा जब भी वह गाँव आता तो वह पाता कि गाँव के पढ़े लिखे भी उससे मुंह मोड़ लेते थे.
इन्हीं कारणों से वह अपने पिता सुरजा को ദില്ലി ലേ ജാനാ ചാത്താ था. വല്ലപ്പോഴും ഗ്രാമത്തിൽ വന്ന ഗ്രാമത്തിലെ ചെറുപ്പക്കാർ പോലും ഇച്ചിരി വിദ്യാഭ്യാസം ഉള്ളവർ പോലും ഇവനെ നോക്കിയാൽ ഇവനെ അങ്ങ് അവോയ്ഡ് ചെയ്യും, മൈൻഡ് ചെയ്യത്തില്ല, ഒറ്റപ്പെടുത്തും. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് അച്ഛൻ എന്തിനാണ് താമസിക്കുന്നത്? നമ്മളെ ഒരിക്കലും ഇവർ അംഗീകരിക്കില്ല. അതുകൊണ്ട് കല്ലൻ അപ്നെ പിതാക്കോ അപ്നെ സാത്ത് ദില്ലി ലേ ജാനാ ചാത്താ था. नेक्स्ट क्वेश्चन, कल्लन की माँ के समय भी ऐसी ही समस्या आई थी. किस समस्या के बारे में जिक्र हो रही है? കല്ലൻ്റെ അമ്മയുടെ സമയത്തും ഈ ഒരു ഇഷ്യൂ വന്നിരുന്നു. അപ്പോൾ ഇവിടെ എന്ത് ഇഷ്യൂ ആണ് ഡിസ്കസ് ചെയ്യുന്നത്? कल्लन की माँ की मृत्यु के समय भी दाह संस्कार गांव के श्मशान भूमि में की जाने की इजाज़त गांव वालों ने नहीं दी थी. കല്ലൻ്റെ അമ്മ മരിച്ചപ്പോഴും ഇതേപോലെ ഗ്രാമത്തിൽ തന്നെ ശ്മശാന ഭൂമിയുണ്ട്, അവിടെ ഈ ബോഡി കത്തിക്കാൻ അവർ സമ്മതിച്ചില്ല. अंत में गांव से बाहर 3-4 किलोमीटर की दूरी पर ले जाकर क्रियाकर्म करना पड़ा था. അവസാനം അന്നും ഇതുപോലെ അമ്മയുടെ ബോഡി ഗ്രാമത്തിൻ്റെ അങ്ങ് വെളിയിൽ 3-4 കിലോമീറ്റർ നടന്ന് അവിടെ കൊണ്ടുപോയാണ് സംസ്കരിച്ചത്. नेक्स्ट क्वेश्चन, ना बेटे मकान तो ये बन के रहेगा, जान दे दूंगा पर यूँ गांव छोड़ के न जाऊंगा. यह कथन किसका है? പ്രസംഗ് വ്യക്തി കീജിയെ. അപ്പോൾ ഇതും നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. സോ യു റീഡ് ദ ചാപ്റ്റർ പ്രോപ്പർലി. ആരാണ് ഈ ഡയലോഗ് പറഞ്ഞത്, എന്ത് സന്ദർഭത്തിലാണ്, ആരോടാണ് പറഞ്ഞത്? അപ്പോൾ ചാപ്റ്റർ തറവായിട്ട് വായിക്കുന്ന കുട്ടിക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. യഹ് കഥൻ ശവയാത്ര കഹാനി കാ പാത്ര സുർജാ കാ ഹെ. बलराम सिंह एवं गांव वालों द्वारा उसके मकान बनवाने के खिलाफ चेतावनी दिए जाने पर सुरजा गुस्से में आकर कहता है. ഇപ്പോൾ ബൽറാം സിംഗ് ഗാവിലെ പ്രധാൻ അതുപോലെ മറ്റ് ഗ്രാമീണരെല്ലാം സുർജയുടെ അഗേൻസ്റ്റ് നിൽക്കുന്ന കണ്ടപ്പം ദേഷ്യം വന്നിട്ട് സുർജയ്ക്ക് ഒന്നുകൂടെ വാശിയായി. അപ്പോഴാണ് പറഞ്ഞത് നാ ബെട്ടെ മക്കാൻ തോ ഇ ബൻ കെ രഹേഗ, ഇനി ഞാൻ വീട് ഉണ്ടാക്കി അടങ്ങും. ജാൻ ദേ ദൂങ്ക, എൻ്റെ ജീവൻ പോയാലും. पर യോ ഗാവ് ചോടിക്കെ ന ജാവുങ്ക, ഞാനിങ്ങനെ പേടിച്ച് ഇവരെ പേടിച്ച് ഞാൻ ഗ്രാമം വിട്ട് പോകാൻ പോകുന്നില്ല. ഞാൻ ഇവിടെ ജനിച്ച് വളർന്നവനാണ്. അപ്പം ഞാൻ ഇവിടെ വീടുണ്ടാക്കിയേ അടങ്ങും. അപ്പം ഞാൻ ഇവിടെ വീടുണ്ടാക്കിയിട്ടേ അടങ്ങും. വഹ ഭലെ ഹി അപ്നി ജാൻ ദേ ദേഗ പർ ഗാവ് ചോഡ്കർ നഹി ജായേഗ. അപ്പോൾ ഇത് ചില സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓൾമോസ്റ്റ് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രൊബേബ്ലി വരാവുന്ന എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്ത് എല്ലാം ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. അത് നിങ്ങൾ ചാപ്റ്റർ ഒന്ന് തറവായിട്ട് 1-2 പ്രാവശ്യം വായിച്ചാൽ മതി. നിസ്സാരമായിട്ട് ഹിന്ദിക്ക് മാർക്ക് സ്കോർ ചെയ്യാം. യു ജസ്റ്റ് ബി കൂൾ ആൻഡ് റൈറ്റ് വാട്ട് എവർ യു നോ. സോ ബെസ്റ്റ് ഓഫ് ലക്ക്. ഇറ്റ്സ് ടൈം ടു വൈൻഡ്.